മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങിലെ സുനിൽ ദാസ് എന്ന സുനിൽ സ്വാമിയുടെ സാന്നിധ്യത്തെ ചൊല്ലി വിവാദം. കുടുംബത്തിന്റെ അനുമതിയില്ലാതെയാണ് ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങിന് സുനിൽ ദാസ് നേതൃത്വം നൽകിയത്. ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാവിരേഖണേ, ഓരോന്നുല്ലൊന്നുമേ ഞങ്ങൾ പോയാൾക്കുള്ള ഗതാഗതം എല്ലാം നിന്നിൽ സമർപ്പിപ്പോ. ആരാണ് ഈ കർമ്മി? അന്തരിച്ച ശ്രീനിവാസന്റെ കുടുംബത്തിന് ഇയാളെ അറിയില്ല. കുടുംബം വേർപാടിന്റെ വേദനയിൽ നീറുമ്പോൾ അവരുടെ അനുമതിയില്ലാതെ സംസ്കാര ചടങ്ങിന്റെ കാർമ്മികത്വം സ്വയം ഏറ്റെടുത്തതാണ് സുനിൽദാസ്. കുടുംബം തീരുമാനിച്ച കർമ്മികളെ മറികടന്ന് സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയുടെ പ്രകടനമായിരുന്നു അവിടെ. ശ്രീയേട്ടൻ്റെ മരണാനന്തരം ഉണ്ടായ കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് ഈ സുനിൽ സ്വാമി എന്ന സ്വാമി ആരും ക്ഷണിക്കാതെ അവിടേക്ക് കടന്നു ചെന്ന് ഈ പൂജയുടെയും കർമ്മത്തിൻ്റെയും മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്തു. നിങ്ങൾക്ക് സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയുടെ പുരാണം അറിയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കും അദ്ദേഹം നല്ലൊരു സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന് താമസം, ജയിലിലായിരുന്നു. പാലക്കാട് മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മറവിൽ പലവിധ തട്ടിപ്പുകൾ നടത്തിയയാളാണ് ഈ സുനിൽദാസ്. കേരള പോലീസും തമിഴ്നാട് പോലീസും ഒക്കെ ഇയാൾക്കെതിരെ തട്ടിപ്പിന് കേസെടുത്തിട്ടുണ്ട്. നിരവധി തട്ടിപ്പ് കേസുകളിൽ സുനിൽദാസ് ജയിലിലും കിടന്നിട്ടുണ്ട്. പല്ലശ്ശനയിലെ സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്ന സുനിൽദാസാണ് പിന്നീട് സുനിൽ സ്വാമിയായി മാറിയത്. വൈകാതെ സ്വന്തം വീട് ആസ്ഥാനമാക്കി സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി തട്ടിപ്പിന് തുടക്കമിട്ടു. പ്രമുഖരെ മുതലമടയിൽ എത്തിച്ചാണ് സുനിൽദാസ് ആളുകളുടെ വിശ്വാസം മുതലെടുത്തത്. ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ നിലപാടെടുത്ത ശ്രീനിവാസന്റെ അന്ത്യകർമ്മങ്ങൾക്ക് അനുമതിയില്ലാതെ നേതൃത്വം നൽകിയതിൽ കുടുംബാംഗങ്ങൾ അസംതൃപ്തരാണ്. ഈ പരിപാടി നമ്മൾ സംപ്രേഷണം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ വീണ്ടും ശ്രീനേട്ടൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അവരുടെ പൂർണ്ണ അനുമതിയോടെയാണ് ഈ വാർത്ത നമ്മൾ പുറത്തുവിടുന്നത്. മാത്രമല്ല ഈ സുനിൽ സ്വാമിയോട് പ്രതികരിക്കാൻ പല ആളുകളും അപ്പോൾ തയ്യാറാണെങ്കിലും ഇത്തരം ഒരു മരണാനന്തര ചടങ്ങിൽ, അതും ശ്രീനേട്ടൻ്റെ മരണാനന്തര ചടങ്ങിൽ അലോസരം ഉണ്ടാക്കരുതെന്ന് കരുതിയാണ് പലരും പിൻവാങ്ങിയത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അവിടെ ഒരു സമ്മാനം മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. തൻ്റെ ഏറ്റവും പ്രിയങ്കരനായ തൻ്റെ പിതാവ് നഷ്ടപ്പെട്ട ദുഃഖത്തിൽ കനീഭവിച്ച് ഇല്ലാതായി നിൽക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ മാത്രമാണ് അയാളുടെ ചെവിയിൽ പോട എന്ന് പറഞ്ഞത്. എന്നിട്ടും ആ വിളി ചെവിയിൽ മുഴങ്ങിയിട്ടും ഈ സുനിൽസ്വാമി ഇറങ്ങിപ്പോകില്ല. കാരണം സുനിൽസ്വാമിക്ക് അവിടെ നിൽക്കാൻ സുനിൽസ്വാമിക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.